മോഹൻലാലിനെതിരെ അധിക്ഷേപം, ചെകുത്താനെ അറസ്റ്റ് ചെയ്ത ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അറസ്റ്റിന് ശേഷം ചെകുത്താന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി ചെകുത്താൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ചെകുത്താൻ്റെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ ഈ ചെകുത്താനാണോ ഏറ്റവും വലിയ പ്രശ്നം, അതോ മലയാള സിനിമയിൽ ചെകുത്താനോ അല്ലെങ്കിൽ ബാക്കി ഈ പറഞ്ഞ നടന്മാരെയോ നടിമാരെയോ വളരെ വൃത്തികെട്ട രീതിയിൽ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെതിരെയൊക്കെ നിങ്ങൾ കേസ് കൊടുത്തോ, നോ വറീസ്. പക്ഷേ എവിടെയോ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്നൊരു സംശയം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും പിന്നെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വ്യക്തികളൊക്കെ സംസാരിച്ചപ്പോഴും ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കേട്ടപ്പോഴൊക്കെ എനിക്ക് എവിടെയോ ഒരു ഡൗട്ട്. നിങ്ങളാരും വിമർശിക്കരുത് സിനിമാക്കാരെയോ സിനിമയെയോ. ഓക്കെ, വിമർശിച്ചു കഴിഞ്ഞാൽ മാന്യമായ വിമർശനങ്ങൾ ആർക്കും ഉന്നയിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. മാന്യതയുടെ ലൈന് വിട്ട് അസഭ്യത്തിലേക്ക് പോകുമ്പോഴാണ്, അത് വൾഗാരിറ്റിയിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരിക. പക്ഷേ ഇവിടെ എവിടെയോ ഒരു ഭീഷണിയുടെ ഒരു സ്വരം ഉണ്ടോ എന്നൊരു സംശയം. ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. 4 വഴിയിലൂടെയും, ഒരു വഴിയിലൂടെ 4 വഴിയിലൂടെയും ചെകുത്താനെ പൂട്ടും എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇനി എന്തോ ഭയങ്കരമായിട്ടൊരു വേറെ ഫീലിംഗ് വരുന്നു. ഇത് ചെകുത്താനല്ല, ഇത് ബാക്കി എല്ലാ യൂട്യൂബേഴ്സിനും കൂടി ഉള്ളൊരു കൂട്ടിയുള്ളൊരു അടിയാണോ എന്നുള്ളത്. നിങ്ങളാരും ഇനി മിണ്ടിപ്പോകരുത്, നിങ്ങളാരും ശബ്ദിച്ചു പോകരുത്. ഞങ്ങളാണ് ഇവിടുത്തെ സുപ്രീം ഡോമിനൻസ്, ഞങ്ങളാണ് ഇവിടെ എല്ലാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചെകുത്താൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെകുത്താൻ അന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചെകുത്താനെ റൂമിൽ കൊണ്ടുപോയിട്ട് ചെകുത്താൻ എന്തൊക്കെയോ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയി പോലീസ്. ഓക്കെ, അതൊക്കെ പ്രൊസീജിയറാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം എടുത്തിട്ട് പോയതിന് ശേഷം വൈകിട്ട് ചെകുത്താൻ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുറത്തിറങ്ങി ചെകുത്താൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. കസ്റ്റഡിയിൽ എടുത്തു എന്നല്ല, എന്നോട് വിളിച്ച് നാളെ രാവിലെ വരാൻ പറഞ്ഞു. അതായത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് അറിയുവാണേൽ നാളെ രാവിലെ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വാർത്ത വന്നു. അതൊന്നും അല്ല എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 8 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവർ കസ്റ്റഡി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അഴി കാണിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ വരുമ്പോൾ ജയിലിലൊക്കെ കിടന്ന് ഞാൻ അവത്തെ കമ്പി പിടിക്കുകയും കൂടെ ചെയ്തിരുന്ന കുറച്ച് ഭംഗിയായേനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് ജയിലിൽ ഇട്ട പോലത്തെ ഒരു സാധനം പോലത്തെ ഒരു സംഭവം വന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് മെഡിക്കൽ എടുക്കുന്നുണ്ട്, പിന്നെ മൊഴി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ തെളിവല്ല എന്താ പറയുക, അങ്ങനെ ഇതിന് പോകും. റൂമിൽ പോയി ട്രൈപോഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരെടുത്തോണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടുന്നുമുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേര് ഇതേ കാരണം പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരിച്ചിരി എന്താ പറയുക, ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല, അതുകൊണ്ടാണ് പോയത്. ആ സമയത്ത് പോയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, ഒരിക്കലും പോകാൻ പാടില്ല. പോയാലും അവിടെ അത്രയും സമയം മിലിറ്ററിയുടെ പഴക്കാൻ പാടില്ല. മിലിറ്ററിയുടെ വിലപ്പെട്ട സമയം, അതായത് ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് സമയം ഹെഡ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വർക്കിംഗ് മാനവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് അവരുടെ അത്രയും പേര് വട്ടം കൂടി നിൽക്കുക. ഒരിക്കലും ഒരു മിലിറ്ററി ഓഫീസറാണെന്ന് വിചാരിക്കുക, ഒരു കേണലോ മേജറോ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേര് കൂടത്തില്ല. അത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അത്രയും പട്ടാളക്കാർ ചുറ്റും കൂടുകയും ഇന്ന് സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത്. മാത്രമല്ല, ഈ എടുത്ത ഫോട്ടോ ഒരെണ്ണം മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെകുത്താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിന്നുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. പക്ഷെ ഭാഷ ഉപയോഗിച്ചത്, ലാംഗ്വേജ് വളരെ മോശമായിരുന്നു. ഇനി അത് റിപ്പീറ്റ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും ചെകുത്താൻ തന്നെയാണ് കേസ് വരിക. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാതെ ചോദിക്കാനുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മോഹൻലാൽ എന്തിനു പോയി, മോഹൻലാൽ എന്തിൻ്റെ ഭാഗമായിട്ട് പോയി എന്നുള്ളതൊക്കെ മേജർ രവി ഒക്കെ ഒരു ക്ലാരിറ്റി ആ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറേ ഇൻ്റർവ്യൂസിലായിട്ട് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെയും ചോദ്യം ചോദിക്കാനും സംശയമുള്ളവർക്കൊക്കെ അത് ചോദിക്കാം. അതിനൊന്നും ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇവിടെ ഇല്ല. മാന്യതയുടെ ലൈൻ വിടരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെകുത്താന് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ചെകുത്താൻ്റെ റിയാക്ഷൻസിൽ എന്താണെങ്കിലും ആ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് ചെകുത്താൻ കീപ്പ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ചെകുത്താൻ പറയുന്ന കുറേ കാര്യങ്ങളിലൊക്കെ കാര്യമുണ്ടടി. കുറേ കാര്യങ്ങളൊക്കെ അട്രോഷ്യസ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ കാര്യമുണ്ട്. അപ്പം ആ കാര്യമുള്ള ചോദ്യങ്ങൾ,
ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും നമ്മളും സേഫാണ്, കേൾക്കുന്ന വ്യക്തികൾക്കും ഓക്കെ ഇവൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചല്ലോ, അപ്പം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു തോട്ട്, ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, രണ്ടാമതൊന്നും ചിന്തിക്കാനുള്ള ഒരു അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് വരാനുള്ളൊരു ചാൻസും കൂടുതലാണ്. സോ ഇതായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷം ചെകുത്താൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കുറേ ചാനലുകൾ ചെകുത്താൻ്റെ അടുത്ത് പോയിട്ട് അജു അലക്സ് ചെകുത്താൻ പേടിച്ചു, ഭയന്ന് ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞുള്ള തമ്മിലൊക്കെ കണ്ടു. ചെകുത്താനെ നിങ്ങൾക്ക് ശരിക്കും അറിയേണ്ടതാണ്. അയാൾ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അയാളുടെ അടുത്ത് നിങ്ങൾ വെറുതെ ചുമ്മാ വൈക്കും പിടിച്ച് പോയി കഴിഞ്ഞാൽ അയാൾ ഞാൻ പേടിച്ചേ, ഞാൻ ഷൈൻ ടോം ചാക്കോ ആവണോ, ഞാൻ കരയുവേ, ഇങ്ങനെയൊക്കെ അയാൾ സംസാരിക്കും. അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ബൈറ്റ് തരാനുള്ള താല്പര്യമൊന്നും അയാൾക്ക് കാണൂല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സൈഡും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇനി അടുത്തത് നമുക്ക് ചെകുത്താൻ്റെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. എല്ലാ അമ്മമാരെ പോലെയും സ്വന്തം മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനൊരു പരിധി വരെ ന്യായീകരിക്കാൻ എല്ലാ അമ്മമാരും ശ്രമിക്കും. ഓക്കെ, മകൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ മകൾ ചെയ്ത അല്ലെങ്കിൽ കുട്ടികൾ ചെയ്ത തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ ഭാഗത്ത് 100% തെറ്റുണ്ട് എന്ന് പറയുന്ന പാരൻസ് കുറവായിരിക്കും. മാക്സിമം പാരൻസും സ്വന്തം കുട്ടികളെ സേഫ് ഗാർഡ് ചെയ്ത് സംസാരിക്കാനേ ശ്രമിക്കൂ. ഇവിടെ ഏകദേശം അതുപോലത്തെ ഒരു ടോക്കാണ് ചെകുത്താൻ്റെ അമ്മ പറഞ്ഞു വയ്ക്കുന്നത്. ബട്ട് ചെകുത്താൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു കൺസേൺ ഉണ്ടല്ലോ, സ്വന്തം മകന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ മകൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് മോശമാണ്, അവൻ അങ്ങനെയാണ് ഉപയോഗിക്കാറ്, അത് അമ്മ പറയുന്നുണ്ട്. ബട്ട് അവൻ ചോദിച്ച ചോദ്യങ്ങൾ ശരിയില്ലേ എന്നുകൂടി ഈ അമ്മ ചോദിച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? മണ്ണിൻ്റെ അടിയിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യരാ, അതിൻ്റെ പുറത്ത് കയറിയുന്നുണ്ട് പട്ടാളക്കാരുടെയും മനുഷ്യനിൽ നിന്ന് സെൽഫി എടുക്കുന്ന ഒരുത്തൻ മേജർ രവി എന്ന് പറഞ്ഞ ആൾ. അതൊക്കെ ശരിയാണോ? അത്രേ അവൻ പറഞ്ഞുള്ളൂ. ഇത് സിനിമാക്കാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണിത്. പിന്നെ സിദ്ദിഖ് മോഹൻലാലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും ഇത്. അവൻ ഒന്നാമതൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഒരു അറ്റാക്കും കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞതാണ്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവനെ ഇങ്ങനെ തെളിവെടുപ്പിനെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്താൽ എന്തെങ്കിലും ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ മതി, നമുക്കാ നഷ്ടം, ഇവർക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല. മരുന്നുമൊക്കെ കഴിക്കേണ്ടതാണ്. ഈ പോലീസുകാരിങ്ങനെ വെച്ചുകൊണ്ട് വരുന്നാൽ അവന് മരുന്ന് കഴിക്കാനും പറ്റത്തില്ല. അതുപോലെ ടെൻഷനല്ലേ. പിന്നെ ഇന്നലെ രാത്രിയാണ് CI വിളിച്ചിട്ട് അവനോട് പറഞ്ഞത് രാവിലെ വന്നിട്ട് ബെയിലെടുത്തിട്ട് പൊക്കോ, അതിനുള്ള കാര്യമേ ഉള്ളൂ, അതുകൊണ്ട് വന്ന് ജാമ്യം എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് ഇവർ രാവിലെ തന്നെ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഓഫീസിലെത്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ജാമ്യം എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പം ഇവനെ ലോക്കപ്പിലാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പിള്ളേരെയൊക്കെ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ പുറത്തേക്കാക്കി. ഇവൻ അസഭ്യമല്ലല്ലോ അവൻ പറയുന്ന അസഭ്യത്തേക്കാൾ ഭീകരമായത് അതിൻ്റെ കമൻസ്. അത് അവർക്കല്ലേ ശിക്ഷ കൊടുക്കണ്ടേ? ഇവനാകെ അസഭ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉപയോഗിക്കാറുള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവൻ ഒരു ചെറിയ വീഡിയോ ഇട്ടതിനാണ് ബാലത്തോക്കും കൊണ്ട് ഇവൻ്റെ ഫ്ലാറ്റിൽ കയറി ചെന്ന് അവനെ കൊല്ലാൻ തന്നെയാണ് ചെന്നത്. അത് ഈ സിദ്ദിഖൊന്നും കണ്ടില്ലായിരുന്നു. എന്നിട്ട് ആരും പ്രതികരിച്ചില്ലല്ലോ അയാളെപ്പറ്റി. അതെന്താ? സാധാരണ മനുഷ്യർ ചെയ്യുന്നതേ ഉള്ളൂ തെറ്റ്, സിനിമാക്കാർക്ക് എന്തോ ആവാം. ഇവൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ് വീഡിയോ ഇട്. അല്ലാതെ ചുമ്മാ ഇതിങ്ങനെയാണോ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ട് പോണ പോലെ പോവുക? അതൊന്നും എനിക്ക് അത്ര വലിയ നീതി വന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ വീഡിയോ ഞാനും കണ്ടായിരുന്നു. അവിടെ ചെയ്യുന്ന ഇവൻ്റെ വീഡിയോ അല്ല, അവിടെ നടക്കുന്ന സംഭവം ഞാൻ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അത്. കാരണം ഇത്രയും പേര് ആ ഭൂമിയുടെ അടിയിൽ കിടന്ന് മരിക്കുമ്പം അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവർ കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ മനുഷ്യൻ ആ മേജർ രവിയിൽ നിന്ന് സെൽഫി എടുക്കുന്നു. കല്യാണമാണോ ഇതൊക്കെ എടുക്കാൻ? അതൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാൻ ആലോചിച്ചത് എന്താ ഈ കാണിക്കണേ, എനിക്കൊരു ബോധം ഇല്ലെന്നൊക്കെ ഓർത്ത്. പിന്നെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേടിയാവും ചെയ്തു. അപ്പോൾ ചെകുത്താൻ്റെ അമ്മ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ പറ്റില്ല. അതായത് മകൻ ഉപയോഗിക്കുന്ന ഭാഷ മോശമാണ്, അത് മോശമാണ് എന്നുള്ളത് തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഈവൻ ചെകുത്താനും അത് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ അതല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു വീഡിയോക്ക് ഓപ്പോസിറ്റ് ഒരു വീഡിയോ ഇട്ടാൽ പോരെ എന്നുള്ളൊരു ചോദ്യം, അതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്നില്ല, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണമെന്നില്ലല്ലോ. പലരും കേസായിട്ട് മുന്നോട്ട് പോകും. അപ്പം അങ്ങനെയാണ് ചെകുത്താൻ്റെ അമ്മയുടെ ഒരു റെസ്പോൺസ് വന്നിട്ടുള്ളത്. പിന്നെ ശാരീരികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു വയ്യായിക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അത് ടേക്ക് കെയർ ചെയ്യേണ്ടത്. പിന്നെ മാക്സിമം എന്താ പറയുക, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പറയാനുള്ള കാര്യങ്ങൾ പറയാം, പക്ഷെ ഒരു ലിമിറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെൽ ആൻഡ് ഗുഡ് ആയിരിക്കും.
ഇപ്പോൾ ചെകുത്താൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻസും മോശമല്ലേ എന്നുള്ളൊരു ചോദ്യം അമ്മ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ചെഗു വീഡിയോയ്ക്കകത്ത് പറയുന്നൊരു വേ ഓഫ് പ്രസൻറ്റേഷൻ കാരണമാണ് കമൻറ്റ് ബോക്സിനകത്ത് അതിലും കൂടുതൽ റെസ്പോൺസുകൾ വരുന്നത്. ഓക്കെ, സോ ആ ഒരു വീഡിയോയിൽ ആ ഒരു പോർഷൻ അവർ മാറ്റിക്കളഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൂപ്പർ കുറേ കാര്യങ്ങൾ മോഹൻലാൽ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ചെകുത്താനെ ഏത് വഴിക്കും പൂട്ടും, ലൈക്ക് കുറേ കേസുകൾ വരുന്നതായിട്ട് അദ്ദേഹത്തിന് അറിയാം. ആർമി കേസ് കൊടുക്കുക, ടെറിട്ടോറിയൽ ആർമി കേസ് കൊടുക്കാൻ പോവാണ്, സിനിമാ ഫീൽഡിൽ നിന്ന് വേറെ കേസുകൾ വരുന്നത്, അങ്ങനെയൊക്കെ ഒരു എവിടെയോ ഒരു എന്താ പറയുക, ചെകുത്താനെയാണ് പിടിച്ചത്, ചെകുത്താൻ്റെ മുകളിലാണ് കേസ്, ചെകുത്താൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, കേസും കാര്യങ്ങളും അതിൻ്റെ മെറ്റീരിയൽ എവിഡൻസും സംഗതികളൊക്കെ എടുത്ത് കോടതിയിൽ കൊണ്ടുപോയിട്ട് ചെകുത്താൻ്റെ സൗണ്ടൊക്കെ ഇനിയും രണ്ടാമത് ലൈക്ക് റെക്കോർഡഡ് സൗണ്ടൊക്കെ എടുത്ത് ചെകുത്താൻ തന്നെയാണെന്നുള്ള ഒക്കെ കംപ്ലീറ്റ്ലി ആ ഒരു കേസ് തെളിയിച്ച് ചെകുത്താൻ അങ്ങോട്ട് പൂട്ടുമ്പോൾ അതിലൂടെ എന്തോ ഒരു ഇത് ലൈക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കരുതി വെച്ചോ. അതായത് ഇനി സിനിമാക്കാരെയോ വിമർശനങ്ങളോ സിനിമാക്കാർ ഇവിടെ മാന്യമായിട്ട് പറഞ്ഞിട്ട് പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലേ, വളരെ മാന്യമായിട്ട് അവരുടെ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ ആളുകളെ കൂടി ത്രട്ടൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു വേ ഓഫ് ടോക്കാണ് എനിക്ക് പേഴ്സണലി ഇതൊന്ന് ഫീൽ ആയത്. കാരണം പല ന്യൂസുകളിലും ഈവൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിലും പറയുമ്പോൾ കൈൻഡ് ഓഫ് എന്താ പറയുക, എല്ലാവരെയും ശരിയാക്കി തരാം എന്നുള്ളൊരു മൂഡിലേക്ക് കാര്യങ്ങൾ എവിടേക്കോ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അമ്മയുടെ ജനറൽ സെക്രട്ടറി അതിന് പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാറിന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് ശക്തമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട SP കൊടുത്തു. അദ്ദേഹം സാറ് ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത്. മാത്രമല്ല ഞാൻ അറിഞ്ഞെന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയെ ശരിക്കും ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഡിസ്ക്രീസ് ചെയ്തതിൻ്റെ പേരിൽ ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ നിന്നങ്ങണ്ട് ഇതിനെതിരെ എന്തോ കേസ് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. കൂടാതെ മറ്റൊരു കാര്യം അറിഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇവനെതിരെ അല്ലാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്തായാലും 4 വഴിയിലൂടെയും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരും വിളിച്ചായിരുന്നു, അദ്ദേഹം വിളിച്ചായിരുന്നു. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മോഹൻലാൽ വിളിച്ചതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. കാരണം അദ്ദേഹം പറയുകയും ചെയ്തു, നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ പറഞ്ഞു അദ്ദേഹത്തിനോട്, അതായത് അദ്ദേഹത്തിനെ പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന് വിഷമമില്ല, അത് പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയെക്കുറിച്ച് പറഞ്ഞതിനകത്താണ് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഉണ്ടായത്. അപ്പം അതിനകത്താണ് ശരിക്കും അദ്ദേഹത്തിന് ഫീൽ ചെയ്തിരുന്ന കാര്യം. വീണ്ടും പറയുന്നു, അദ്ദേഹത്തിനെതിരെയുള്ള ഹ്യൂമിലേഷനോ അല്ലെങ്കിൽ ആ ഡിസ്ക്രീസോ ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ ആർമിയെ മൊത്തത്തിൽ പറഞ്ഞപ്പോഴാണ് ബാധിച്ചത്. തുടർന്ന് ഞാൻ അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഈ ടെറിട്ടോറിയൽ ആർമി, ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി ന്യൂഡൽഹിയിൽ നിന്ന് ഇയാൾക്കെതിരെ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അല്ല സിനിമ ലോകത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഇതാണ് ആ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ആള് ഭയങ്കര സന്തോഷത്തിനാണ് ലാൽ സാറ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആർമി എത്രത്തോളം ക്ലോസ് ആണെന്നും ആർമിയെ ലാലേട്ടൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ആ ലാലേട്ടനെ കുറേ ഇൻ്റർവ്യൂവിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ലാലേട്ടനെ കുറേ കാലമായിട്ട് ചെകുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പോഴൊക്കെ വേണമെങ്കിൽ കേസ് കൊടുക്കായിരുന്നു. ഇതിപ്പോൾ കേസ് കൊടുത്തത് സിദ്ദിഖാണ്, ലാലേട്ടനല്ല. അപ്പോൾ ആർമിയെ പറഞ്ഞതിലുള്ള ആ ഒരു വിഷമവും ആ ഒരു ദേഷ്യമൊക്കെ എന്താണെങ്കിലും പോലീസുകാർ അവരോട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് വെച്ചിട്ട് ഇതൊരു ചെകുത്താനുള്ള പൂട്ട് മാത്രമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ഇഫ് ഐ എം നോട്ട് റോങ് നിങ്ങൾ കാണാൻ പോകുന്നത് ചിലപ്പോൾ എന്തായിരിക്കും എന്നറിയോ, മൂവി റിവ്യൂ പറയുന്നവരും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ സിനിമയിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നടനെയോ നടിയെയോ പ്രൊഡ്യൂസറെയോ ഡയറക്ടറെയോ ഒക്കെ ഏതെങ്കിലും ഒരു രീതിയിലൊരു ക്വസ്റ്റ്യൻ ചെയ്യലോ, അത് മാന്യമായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ വിഷയമല്ല. ഒരു മാന്യതയുടെ ലൈന് വിട്ടു പോയി അത് ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് ഭയങ്കര ഹേർട്ടായി. ഇപ്പോൾ സൂരജ് പാലാക്കാരൻ്റെ കേസൊക്കെ നമ്മൾ കണ്ടാണ്. ആ ഒരു സ്കീമിലൂടെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നല്ല പണി ഒരു കൊടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ചില റെയർ കേസുകളിൽ ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കാണില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, എന്നാൽ ഇവനെയും കൂടിയാണ് പൂട്ടിക്കുക, അല്ലെങ്കിൽ ഈ ചാനലിനെയും കൂടിയാണ് എടുത്തിതാക്കാം. ആ രീതിയിലും വേണമെങ്കിൽ കാര്യങ്ങൾ മാറാനുള്ള ചാൻസും നമുക്ക് ആ ഒരു സംഗതി ഉണ്ട്. അതങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുമൊന്നുമില്ല. അങ്ങനെ തിങ്ക് ചെയ്തിട്ട്
അങ്ങനെ ഏതെങ്കിലും ഒരു വഴിക്ക് പൂട്ടാൻ നോക്കുന്ന ശ്രമങ്ങളും ചിലപ്പോൾ നടക്കുമായിരിക്കും. എന്താണെങ്കിലും ഇതൊരു ചെകുത്താനിൽ മാത്രം നിന്ന് പോകുന്നൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല. മേ ബി വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകളും കൂടുതൽ അറസ്റ്റുകളും ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നതാണ് ദ വേ ദേ ടോക്ക്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ആവുന്നത്. പക്ഷെ നമ്മളിതിൽ നോക്കേണ്ട വേറൊരു ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. അതായത് സിനിമയിൽ ശരിക്കും പ്രശ്നം ഈ യൂട്യൂബേഴ്സ് ഇരുന്ന് സിനിമാക്കാരെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് പറയുന്നതോ ഇതൊന്നുമല്ല. ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ സിനിമയ്ക്ക് അകത്ത് തന്നെ അല്ലേ. ആക്ച്വലി AMMA അസോസിയേഷനും അതിന് ബന്ധപ്പെട്ട ഭാരവാഹികളും ഒക്കെ നിങ്ങൾ എവിടെയാണ് കറക്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നിങ്ങൾക്കിപ്പോൾ വിവരാവകാശം കൊടുക്കുമ്പോഴാണ് അത് പുറത്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതാണല്ലോ നടക്കുന്നത്. അല്ലാതെ സിനിമാക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ഇട്ടിട്ട്, ഇപ്പോൾ WCC ആണ് മറ്റേ നടിയെ ആക്രമിച്ച കേസ് കഴിഞ്ഞ സമയത്ത് സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വേണമെന്നും അല്ലെങ്കിൽ അതൊരു പഠനം നടത്തണമെന്നും പറയുമ്പോൾ കേരള സർക്കാർ ഹേമ കമ്മിറ്റി എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അവരൊരു 2-2.5 വർഷം കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഈ റിപ്പോർട്ട് ഇന്നുകൊണ്ട് പുറത്തു വിടാൻ AMMA പോലത്തെ ഒരു അസോസിയേഷൻ അതിന് എൻകറേജ് ചെയ്യാത്തത് എന്താ? അത് ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ്, സർക്കാരാണ് നോക്കേണ്ടതെന്നുള്ളൊരു സ്കീമിലാണ് ഈ AMMയുടെ ഭാഗമായിട്ടുള്ള ഭാരവാഹികളും അതായത് ഈ പ്രമുഖ നടന്മാരും നടിമാരൊക്കെ പറയുന്നത്. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ചെകുത്താൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് ലാലേട്ടനെ അടക്കം പല ആളുകളെയും വളരെ മോശമായ രീതിയിൽ പറയുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അതിനേക്കാൾ ഒരു ഗ്രാവിറ്റി കൂടിയ പ്രശ്നമല്ലേ സിനിമയ്ക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പം അതിൽ പഠനം നടത്തി കൃത്യമായ റിപ്പോർട്ടടക്കം ഒരു കമ്മിറ്റി അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിച്ച് അത് പുറത്ത് വന്ന് മുഖങ്ങൾ പൊളിയണം, പല വിഗ്രഹങ്ങളും ഉടയും. പക്ഷെ അവിടെ സേഫ് ആവുന്നത് ആരാ? മലയാള സിനിമയിലാണ് ആ സേഫ്റ്റി കൂടുന്നത്. അതൊരു മാതൃകയാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം, അത് പുറത്ത് വിടണം എന്നുള്ളൊരു എന്താ പറയുക ഒരു തീരുമാനത്തേക്കല്ല എത്തേണ്ടത്. പക്ഷെ പല സമയത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് AMMയുടെ ഭാഗമായിട്ടുള്ള ആക്ടേഴ്സ് പറയുന്നത് സർക്കാരല്ലേ, സർക്കാർ തീരുമാനിക്കട്ടെ, അങ്ങനൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒഴിഞ്ഞു മാറൽ പരിപാടിയാണ് കണ്ടിട്ടുള്ളത്. ൾക്ക് വേണ്ടിയുള്ള സംവരണം, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരമില്ലെങ്കിൽ അവർ ഐകകണ്ഠേന 4 പേരെ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക മത്സരം ഉണ്ടാവും. അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അത് സർക്കാർ ലെവലിൽ നടക്കുന്ന സർക്കാർ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പബ്ലിഷ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരാണ്. നമുക്ക് അമ്മയ്ക്ക് അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. അമ്മയ്ക്കൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടെല്ലാം സർക്കാർ നോക്കണം. AMMA എന്ന് പറയുമ്പോൾ ഈ നടന്മാരും നടിമാരും പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആ ഒരു മൊത്തത്തിലുള്ള ഒരു സിനിമ ഫെറ്റേണിറ്റി മൊത്തം ഉണ്ടല്ലോ ഇല്ലേ? അപ്പം നിങ്ങൾക്കതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. നിങ്ങൾക്കത് പ്രത്യേകിച്ച് സർക്കാർ എന്തോ ചെയ്തോട്ടെ, ആ മൂഡിലേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ ചെകുത്താനെതിരെ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, അപ്പോൾ ഇപ്പുറത്ത് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലാഗ് കാണിക്കുന്നു എന്നുള്ളതിന് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ഇനി വാട്ട് ഈസ് ഹേമ കമ്മിറ്റി എന്നുള്ളത് അറിയാത്തവർക്ക്, ഹേമ കമ്മീഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2018 മെയ് മാസത്തിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ 3-അംഗ സമിതിയെ നിയമിച്ചത്. ജസ്റ്റിസ് ഹേമ, റിട്ടയർഡ് IAS ഓഫീസർ B. വത്സലകുമാരി, നടി ശാരദ എന്നിവരടങ്ങിയ സംഘം. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ തീരുമാനം പ്രശംസാർഹിക്കുന്നതാണ്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പരാതിക്കാർക്ക് ലഭിക്കേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു. അത് 2018 മുതൽ 2024 വരെ ഇത്ര നീണ്ട കാലയളവിൽ പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയൊരു വീഴ്ചയാണ്. പല പ്രമുഖരുടെയും മുഖച്ഛായയെ പരിക്കേൽപ്പിക്കുമെന്ന വ്യക്തിപരമായ കാരണത്താൽ ഇതുവരെയും ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ അത്ര നിസ്സാരമായി കാണേണ്ടവയായിരുന്നില്ല.
മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രതിഫലം, തൊഴിലിടങ്ങളിലെ അവസ്ഥ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ പഠിച്ച് 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. എന്നാൽ ഏതാണ്ട് 2 വർഷത്തോളം സമയമെടുത്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിൽ ഹേമ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, ശുചിമുറിയുടെയും വസ്ത്രം മാറാനുള്ള ഇടത്തിന്റെയും അഭാവം സംബന്ധിച്ച ഗൗരവകരമായ കണ്ടെത്തലുകൾ, ചലച്ചിത്ര രംഗത്ത് കടന്നുവരുന്ന സ്ത്രീകൾ ലൈംഗിക പീഡനത്തിനിരയാകുന്ന തെളിവ് സഹിതമുള്ള അനുഭവങ്ങൾ, മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച്, സിനിമയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ എത്തിപ്പെടുന്നതിന് പലപ്പോഴും ലൈംഗിക ആവശ്യങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ള പലരുടെയും ദുരനുഭവങ്ങൾ. ഇത്തരം അനുഭവമുള്ളവർ പലപ്പോഴും പോലീസിൽ പരാതിപ്പെടാറില്ലെന്നും ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. കൂടാതെ സിനിമയിൽ സ്ത്രീകൾക്ക് നേരെ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന അക്രമങ്ങളും കമ്മീഷൻ പ്രത്യേകം പരാമർശിച്ചിരുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും അശ്ലീല പദപ്രയോഗങ്ങളെയും കമ്മീഷൻ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. 5000 പേജുള്ള ബൃഹത്തായ റിപ്പോർട്ടായിരുന്നു ഇത്. സിനിമാ സെറ്റുകളിൽ പരാതി പരിഹാര സെല്ലുകൾ രൂപീകരിക്കുക, അതിൽ സ്ത്രീകളുടെ ഭാരവാഹിത്വം ഉറപ്പാക്കുക പോലുള്ള വളരെ ചെറിയ നടപടികൾ ഒഴിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട റിപ്പോർട്ട് കൊണ്ട് എന്തനക്കമാണ് ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? 2019 ഡിസംബർ 31 സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ വിവരാവകാശം ലഭ്യമാകുന്നില്ലെന്ന 2ാമത്തെ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കണ്ടെത്തലുകൾക്ക് ശേഷവും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് നേരെയുള്ള ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പലരുടെയും കുറിച്ചുള്ള പല അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും റിവീലാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ എന്താ പറയുക, പല്ലും നഖവും പ്രഹരശേഷിയൊന്നും കാണൂല. അതൊക്കെ ഈ 5000 പേജിൽ നിന്ന് ഒരു 3000 പേജ് എടുത്ത് മാറ്റി വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ടോപ്പ് ലെയറിൽ മാത്രം തൊട്ടു പോകുന്ന രീതിയിലുള്ള ഒരു ഫൈൻഡിങ് റിപ്പോർട്ട് മാത്രമായിരിക്കും അത് സബ്മിറ്റ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ പുറത്ത് വിടുന്നതോ. പക്ഷെ അതങ്ങനെയല്ല. ലൈക്ക് വൺ ഓഫ് എ കൈൻഡ് പരിപാടിയാണ് നമ്മുടെ കേരള സർക്കാർ ചെയ്തത് അല്ലേ. ഒരു മാതൃകയാണ് ശരിക്കും. സിനിമയ്ക്കകത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന സെറ്റുകളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ളൊരു പഠന റിപ്പോർട്ട്. ആക്ച്വലി ഇതാണ് മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ളത്. അല്ലാതെ യൂട്യൂബിലിരുന്നിട്ട് ഓക്കെ ഇതും വേണം, യൂട്യൂബിലിരുന്നിട്ട് വളരെ മോശമായ രീതിയിൽ പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ നിങ്ങൾ കേസ് കൊടുത്ത് പൂട്ടിക്കോ, വിഷയമല്ല. പക്ഷെ അതിനും കൂടുതൽ എന്താ വേണ്ടേ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലത്തെ കാര്യങ്ങൾ പുറത്ത് വരണ്ടേ. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ തന്നെ നടക്കുന്ന പ്രശ്നങ്ങളും ആരൊക്കെയാണ് പ്രശ്നക്കാരെന്നുള്ളതും ആരൊക്കെയാണ് ഇതൊക്കെ അനുഭവിച്ചതും ഇനി വരുന്ന തലമുറയ്ക്ക് മലയാള സിനിമ ഒരു മാതൃകയാവണം. വളരെ സേഫായിട്ട് സെക്യൂറായിട്ട് ആർക്ക് വേണേൽ വന്ന് അഭിനയിച്ച് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലൊരു മാതൃക എന്നുള്ള നിലയ്ക്ക് ചെയ്യണ്ടേ. അത് സിദ്ദിഖ് സാറാണെങ്കിലും ലാൽ സാറാണെങ്കിലും മമ്മൂക്കയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ കാര്യത്തിലാണ് ഒരു ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ശരിക്കും കൃത്യമായ ആക്ട് ചെയ്യേണ്ടത്. അല്ലാതെ അത് സർക്കാർ വെച്ച കമ്മിറ്റി അത് അവർ നോക്കിക്കോളും, ആ ഒരു മൂഡിലല്ല. ഓക്കെ, ഇത് എൻ്റെ ഒരു പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്. എന്താണെങ്കിലും ചെകുത്താൻ, ആറാട്ടണ്ണൻ അതൊക്കെ ഒരു തുടക്കമാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൂരജ് പാലാക്കാരനാണെങ്കിലും ഇതിനിടയിൽ ചെകുത്താൻ വന്നിട്ട് മറ്റേ സൂരജ് പാലാക്കാരനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചെകുത്താനെ കാണുമ്പോൾ സംസാരിക്കും, പിന്നെ പോയി വേറെ വർത്താനം പറയുന്നൊക്കെ. കുറച്ച് പേരൊക്കെ ഇത് എന്നെക്കുറിച്ചാണോ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നോ, അതെന്നെക്കുറിച്ചല്ല. ചെകുത്താൻ അന്ന് ബാല ഇഷ്യൂ ഉണ്ടായ സമയത്ത് സൂരജ് പാലാക്കാരൻ ബാലയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ ചെകുത്താനെ കുറിച്ച് പട്ടി പൂച്ച എന്നുള്ള കമൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന പോലെ മോഹൻലാൽ ശത്രുണ്ടോ എന്ന് വെച്ചാൽ എനിക്കില്ല. ഞാൻ ഓരോ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്ന. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇയാൾ വന്നിട്ട് ഓക്കെ ഞാൻ പിന്നെ മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇയാൾ പലരുടെ അടുത്ത് ചെന്നിട്ട് ഓരോ വ്യക്തികളെ കാണുമ്പോഴും മിണ്ടുമ്പോഴൊക്കെ എന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ആളാണ്, അവൻ മറ്റാണ് മറിച്ചാണെന്നുള്ള രീതി പറയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റി. കാരണം ഇയാൾ എന്ന് പറയുന്നവരൊക്കെ പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആൾ പിന്നെ ഒരു ദിവസം പുള്ളി ഒരു ഓപ്പണിംഗ് നോക്കിയിരുന്ന പോലെ ഈ ബാലയുടെ അടുത്ത് ചെന്നിട്ട് ചെകുത്താൻ എന്തോ പുഴുത്ത പട്ടിയെന്നോ തീറ്റോ നേണ്ടൊക്കെ പറയുന്നത്, പുഴുത്ത പട്ടിയാണോ ആണ്ടൊക്കെ പറഞ്ഞിട്ട് നടപ്പുണ്ടാകും. ഞാൻ പക്ഷേ അതിന് റിപ്ലൈ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം അയാൾ അത്രയും ഒരു തരം താന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നി. നമസ്കാരം.
ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരാണ്. വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഒരുപാട് പേരെ അസഭ്യം പറഞ്ഞിട്ടുണ്ട്. അസഭ്യം പറയേണ്ടവരെ പറയുക തന്നെ ചെയ്യും. പക്ഷേ മാന്യതയുണ്ടാവണം. പറയേണ്ടവരെ മാത്രമേ പറയാവുള്ളൂ. മലയാളത്തിലെ ലെജൻസുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിന്റെയും അവരുടെ വീട്ടിലിരിക്കുന്നവരെ അസഭ്യം പറയുകയും തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു നാശം പിടിച്ചവനുണ്ട്. മനുഷ്യ മനസ്സിൽ ഒരു പട്ടിയുടെ കാഷ്ടത്തിന്റെ പോലും വിലയില്ലാത്ത ഒരു മനുഷ്യൻ. പ്രതികരിക്കാൻ പാടില്ല അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. പക്ഷേ പ്രതികരിച്ചു പോയി, അറിയാതെ പ്രതികരിച്ചു പോയി. പ്രിയപ്പെട്ട ബാലയുടെ അടുത്താണുള്ള ബാല, നമസ്കാരം. ഓക്കെ, അപ്പൊ ഈ സൂരജ് പാലക്കാരന്റെയും ചെകുത്താന്റെ അറസ്റ്റ് ഒരേ ദിവസം ഉണ്ടായത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ചോദ്യം ചെകുത്താന്റെ അടുത്ത് ചോദിച്ചതും ചെകുത്താൻ അതിന് റിപ്ലൈ കൊടുത്തതും. കുറേ പേരൊക്കെ അത് എന്നെ കുറിച്ചാണ് ചെകുത്താൻ പറഞ്ഞത്, സീക്രട്ട് ഏജന്റിനെ കുറിച്ചാണ് ചെകുത്താൻ പറഞ്ഞത് എന്നിട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതല്ല, സൂരജ് പാലക്കാരനെയാണ് അവിടെ ചെകുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് ചെകുത്താൻ്റെ ഒരു അറസ്റ്റ്, പിന്നെ അതിനൊരു ജാമ്യം, ഇപ്പം ചെകുത്താൻ്റെ ഒരു സ്റ്റാൻഡ്, പിന്നെ ഇനി മലയാള സിനിമയിൽ ഓക്കെ ഇങ്ങനെ തെറി വിളിച്ച് മോശം പറയുന്നവരെയൊക്കെ നിങ്ങൾ കേസ് കൊടുത്തു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ശരിക്ക് സിനിമയ്ക്ക് ഹെൽപ്പ് ചെയ്യുക കുറച്ചും കൂടി. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി ഇറ്റ് വിൽ ബി ബെറ്റർ.